ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ. പനി ആയതുകൊണ്ട് ശബ്ദം അല്പം അടഞ്ഞാണ് ഇരിക്കുന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷം എന്താണെന്ന് നോക്കാം. അങ്ങനെ ധർമ്മൻ ദേവമംഗലം വിട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുക. അത് കാണുമ്പോൾ ഗോമതി ഓടി ചെല്ലുകയാണ്. മോനെ ധർമ്മ, നീ ഇതെന്തായി കാണിക്കുന്നത്? വേണ്ട ചേച്ചി, ഒന്നും പറയണ്ട. ഇനി ഈ വീട്ടിൽ നിൽക്കാൻ ഞാൻ അർഹനല്ല എന്ന് പറയാം. ആരൊക്കെ തള്ളി പറഞ്ഞാലും എൻ്റെ ചേച്ചി എന്നോട് തള്ളി പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതില്ല. അയ്യോ മോനെ, നീ എന്താ ഈ പറയുന്നേ? നിൻ്റെ ചേച്ചി ഒരിക്കലും നിന്നെ തള്ളി പറഞ്ഞിട്ടില്ലടാ എന്ന് പറയണം. അപ്പം അത് കാണുന്ന ബാലൻ പറയും, എൻ്റെ ഗോമതി, അവൻ നമ്മളെ ഒന്ന് പേടിപ്പിക്കാനായിട്ട് ചെയ്യുന്നതല്ലേ. ഈ ദേവമംഗലം വിട്ട് അവൻ എവിടെ പോകാനാ എന്ന് പറയാം. അപ്പം ഇത് കാണുമ്പം ആനന്ദ് പറയും, എൻ്റെ പൊന്നു മാമ, നിങ്ങളിത് എന്ത് പരിപാടിയായി കാണിക്കുന്നത്? നിങ്ങൾ ബാഗ് എടുത്ത് അകത്തേക്ക് പോയേ. ഇവളെന്തോ മണ്ടത്തരം പറഞ്ഞെന്ന് കരുതി അതൊക്കെ മാമൻ വിശ്വസിക്കുകയാണോ? അതിനെ കണക്ക് വല്ലതും ശരിക്കും കൂട്ടാൻ അറിയോ എന്ന് ദേവിയെ നോക്കി പറയാണ്. ഇവള് കണക്ക് കൂട്ടിയതിൽ എന്തോ വശപ്പിച്ചൊക്കെ സംഭവിച്ചതാ, അല്ലാതൊന്നുമല്ല. മാമൻ അകത്തേക്ക് കയറി ചെല്ല എന്ന് പറയണ. അല്ലെങ്കിൽ തന്നെ ഇവക്ക് എന്ത് തേങ്ങ അറിയാവുന്നത്? നീ എന്തിനാ അവളെ വഴക്ക് പറയുന്നത്? ഒന്നും വേണ്ടടാ, ഇനിയും ഈ വീട്ടിൽ ഞാൻ നിൽക്കാൻ ഒട്ടും അർഹനല്ല. എൻ്റെ അളിയനും ചേച്ചിയും എന്നെ കള്ളനായി കണ്ടു കഴിഞ്ഞു. ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കാൻ പാടില്ല. നിങ്ങളോട് ആരോടും ദേഷ്യപ്പെട്ടുകൊണ്ട് അല്ല ഞാനിവിടം വിട്ട് ഇറങ്ങുന്നത് എന്ന് പറയാം. അപ്പോൾ ബാലനാകെ തകർന്ന് നിൽക്കണം കേട്ടോ. ഈ വീട് വിട്ടു പോകാൻ നിനക്ക് എങ്ങനെ സാധിക്കും? അതൊന്ന് കാണണമല്ലോ എന്ന് ബാലൻ ധർമ്മനോട് ചോദിക്കുകയാണ്. അപ്പം സുകന്യയുടെ അടുത്തേക്ക് ധർമ്മൻ ചെല്ലാം. സുകന്യെ, ആ വാച്ചിങ്ങട് എന്ന് പറയാം. ആ വാച്ചിങ് തരാൻ എന്താ നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അല്ല, ഈ വാച്ച് ധർമ്മേട്ടൻ എനിക്ക് ഗിഫ്റ്റ് തന്നതല്ലേ എന്ന് ചോദിക്കുക. വാച്ച് തരാനല്ലേ പറഞ്ഞത്, നിനക്കെന്താ തരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം സുകന്യ ഇഷ്ടമില്ലാതെ ആ വാച്ച് എടുത്ത് ധർമ്മൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. ദാ എന്ന് പറഞ്ഞ് ആ വാച്ച് ടേബിളിന് മുകളിലേക്ക് ധർമ്മം വെക്കുക. ഇതിൻ്റെ വില 25,000 രൂപയാണ്. ബില്ലും ബോക്സും ഞാൻ മുറിയിൽ വെച്ചിട്ടുണ്ട്. ഈ വാച്ച് തിരിച്ചു കൊടുത്താൽ അളിയന് നഷ്ടപ്പെട്ട 25,000 രൂപ തിരിച്ചു കിട്ടും. 1 രൂപ പോലും കുറയില്ല എന്ന് ധർമ്മം പറയാണ് കേട്ടോ. അത് കാണുമ്പം എല്ലാവരും ആകെ സ്തംഭിച്ച് നിൽക്കുകയാണേ. എടാ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത് എന്ന് ധർമ്മനോടൊപ്പം ബാലൻ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കാര്യമളിയ, അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്ന് പറയാണ്. ബാ സുകന്യെ, നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് ധർമ്മൻ കൂടുതൽ സംസാരത്തിന് നിൽക്കാതെ ഇറങ്ങാനായിട്ട് തുടങ്ങുക. ധർമ്മ എന്ന് പറഞ്ഞ് ബാലൻ പിന്നിൽ നിന്ന് വിളിക്കുക. അളിയ എന്ന് പറഞ്ഞ് മൂത്ത മകൻ്റെ സ്ഥാനത്താണ് നിങ്ങൾ എന്നെ കാണുന്നതെന്ന് ചേച്ചി മളിയനും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്ന് കരഞ്ഞുകൊണ്ട് പറയണം കേട്ടോ. പക്ഷേ ഞാനൊരു പൊട്ടനായതുകൊണ്ട് അത് കണ്ണു അടച്ചങ്ങ് വിശ്വസിച്ച് എനിക്ക് മനസ്സിലായി അതൊക്കെ വെറും കള്ളത്തരങ്ങളായിരുന്നെന്ന്. എൻ്റെ ഏട്ടന്മാർ പറഞ്ഞത് ശരിയായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. അളിയന് ഗോമതി സ്റ്റോറിൽ നിൽക്കാൻ ശമ്പളമില്ലാത്തൊരു ജോലിക്കാരനെ വേണം, അതായിരുന്നു ഞാൻ. അതെനിക്ക് ഇന്ന് ബോധ്യപ്പെട്ടു എന്ന് പറയാം. അയ്യോ എന്ന് പറഞ്ഞാൽ ദേവി തലയ്ക്ക് കൈയും കൊടുത്ത് നിൽക്കുക. ഈ വീട്ടിലും അളിയൻ്റെ മനസ്സിലും അതായിരുന്നു എൻ്റെ സ്ഥാനം. അതെനിക്കിന്ന് ശരിക്കും ബോധ്യപ്പെട്ട അളിയ. അല്ലെങ്കിൽ ഒരിക്കലും അളിയൻ ഇന്നിങ്ങനെ എന്നോട് പറയില്ല. അളിയൻ വിഷമിക്കണ്ട, ഞാൻ പോയാലും ജോലിക്കാരെ കിട്ടും. ഞാൻ പ്രശ്നമൊന്നുമില്ല. ഞാൻ പോയാലും അളിയൻ്റെ കുടുംബത്തിലോ ഗോമതി സ്റ്റോറിലോ അളിയൻ ഏതെങ്കിലും ഒരു ബംഗാളിയെ കിട്ടും എന്ന് പറയാം. എടാ എന്നും പറഞ്ഞ് ബാലനപ്പം ചേർത്ത് നിർത്തുക. നീ എന്താടാ പറഞ്ഞത്? എൻ്റെ മനസ്സിൽ നിനക്കുണ്ടായിരുന്ന സ്ഥാനം അതായിരുന്നോ? നീ എനിക്ക് ശമ്പളമില്ലാത്തൊരു ജോലിക്കാരൻ മാത്രമായിരുന്നോ? എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എന്ന് ചോദിക്കുക. കുറച്ചു മുന്നേ വരെ ഈ ധർമ്മന് എന്ത് ചെയ്യാനുള്ള അധികാരം അളിയനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ആ അധികാരം അളിയനില്ല. എൻ്റെ മനസ്സിൽ അളിയൻ ആ സ്ഥാനവും എന്നേക്കുമായിട്ട് അളിയൻ തന്നെ നഷ്ടപ്പെടുത്തി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗോമതി വായും പൊത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. എന്തൊക്കെയാണ് തൻ്റെ മുന്നിൽ ഈ അരങ്ങേറുന്നതെന്ന് ചോദിച്ചുകൊണ്ട്. എടാ ധർമ്മ, നീ ബാലേട്ടനോട് എന്താടാ പറഞ്ഞത് എന്ന് ഗോമതി ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുക. നിനക്ക് എങ്ങനെ തോന്നിയടാ ഇങ്ങനെ പറയാൻ ഈ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി എന്ന് വീണ്ടും ചോദിക്കണം കേട്ടോ. അപ്പം ധർമ്മൻ ഗോമതിയുടെ മുന്നിലേക്ക് ചെല്ലുക. എന്നിട്ട് ചോദിക്കും, ചേച്ചി ഇപ്പം ഭർത്താവിന് മനസ്സ് വേദനിപ്പിച്ചപ്പം ചേച്ചിക്ക് നൊന്തല്ലേ എന്ന് ചോദിക്കുക. ഞാൻ ചേച്ചിയുടെ അനിയനല്ലേ? എന്നെ അപമാനിച്ചപ്പം ചേച്ചിക്ക് അല്പം പോലും വിഷമം തോന്നിയില്ലേ? എൻ്റെ മനസ്സ് നൊന്ത ചേച്ചിക്ക് അല്പം പോലും സങ്കടം തോന്നില്ലല്ലേ? ചേച്ചിയുടെ മക്കളെയും ഭർത്താവിനെയും വേദനിപ്പിച്ചാൽ മാത്രമേ ചേച്ചിക്ക് മനസ്സ് നോവുള്ളല്ലേ? ഇപ്പം എനിക്ക് മനസ്സിലായി ചേച്ചി, എത്രയൊക്കെ നമ്മൾ സ്നേഹം പറഞ്ഞാലും അതൊന്നും ഒരിക്കലും സത്യമല്ലെന്ന്. എടാ മോനെ, നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് വിഷമമൊന്നുമില്ല. പോട്ടെ ചേച്ചി, സാരമില്ല.
സാരമില്ല, എല്ലാവരെയും മനസ്സിലാക്കാൻ ഈ സംഭവം എനിക്ക് ഉപകാരപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ധർമ്മം പറയാണ്. അല്ലെങ്കിലും നിങ്ങൾ ആരും എൻ്റെ ആരും ആയിരുന്നില്ല, അതെനിക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. എൻ്റെ മനസ്സിൽ മാത്രമേ നിങ്ങൾക്കൊക്കെ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ. തിരിച്ച് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാൻ വെറും പുറത്തുനിന്നുള്ളവൻ തന്നെയായിരുന്നു. അത് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു, അത്രേ ഉള്ളൂ എന്നും പറഞ്ഞ് പോട്ടെ ചേച്ചി. ധർമ്മൻ യാത്ര ചോദിച്ചുകൊണ്ട് അവിടുന്ന് പോവാ. എടാ ധർമ്മ മാമ എന്നും പറഞ്ഞ് അപ്പം ദേവി കയ്യിൽ പിടിക്കും. പക്ഷെ അതൊന്നും കണക്കാക്കാതെ നമ്മുടെ സുകന്യയും ധർമ്മനും ദേവമംഗലം വീട് വിട്ടു പോവാ. അപ്പൊ ബാലനും ഗോമതിയും ഹന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന് കരുതിയേ നമ്മുടെ ധർമ്മനും സുഖിനെയും അവിടെ നിന്ന് ഇറങ്ങുക. അത് കാണുന്ന എല്ലാവരും ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. ബാലന്റെയും ഗോമതിയുടെയും അവിടെയുള്ള ഓരോരുത്തരുടെയും മനസ്സിലൂടെ ധർമ്മനും ഒത്തുള്ള ഓരോ നിമിഷങ്ങളും കടന്നു വരികയാണ്. എത്ര സന്തോഷത്തോടെ തങ്ങൾ ഈ കുടുംബത്തിൽ ജീവിച്ചതാ. ഒരു നിമിഷം കൊണ്ടാണ് ഈ കുടുംബം ചിന്ന ഭിന്നമായി മാറിയിരിക്കുന്നത്. അത് താങ്ങാനായിട്ട് ആർക്കും സാധിക്കുന്നില്ല കേട്ടോ. ഇതേ സമയം അവർ നേരെ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുന്നത്. അപ്പൊ രാത്രിയിൽ ആരെ കോളുമ്പൽ അടിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് രാജശ്രീ പോയി വാതിൽ തുറക്കുക. ആ നിങ്ങളായിരുന്നോ, ഇതെന്താ പെട്ടിയൊക്കെ എന്ന് രാജശ്രീ ചോദിക്കുക. അപ്പൊ എല്ലാവരും കൃഷ്ണമംഗലത്ത് ഉണ്ട് കേട്ടോ. അതിപ്പം പെട്ടെന്ന് നമ്മുടെ അനുശ്രീ ചോദിക്കും, ഇതെന്താ മാമനും സുഗിനി ചേച്ചിയും ഈ സമയത്ത് ഇവിടെ? അല്ല ദേവമംഗലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. എന്താ പ്രശ്നം, എന്താടാ എന്ന് ചോദിച്ചുകൊണ്ട് അച്യുതനൊപ്പം അടുത്തേക്ക് ചെല്ലുക. ഞങ്ങളിനി ഇന്നു മുതൽ ഇവിടാ എന്ന് പറയാം. ഇവിടോ എന്ന് അപ്പം നന്ദിനി ചോദിക്കുക. അല്ല ഇന്ന് ദേവമംഗലത്ത് ആരുമില്ലേ? ഇന്നല്ല, ഇനി എന്നും ഞങ്ങൾ ഇവിടാ എന്ന് അപ്പം ധർമ്മ പറയാം. ഇനി എന്നും നീ ഇവിടെയാണെന്നോ? നീ എന്താ ഈ പറയുന്നത്? ഞങ്ങളിവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും ഇഷ്ടക്കേട് നിങ്ങൾക്കുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. നീ കാര്യം പറ എന്ന് അച്യുതനപ്പ പറയാം. കാര്യം എന്താണെന്ന് ചേട്ടൻ്റെ സഹോദരിയില്ലേ ഗോമതിയോടും ഗോമതിയുടെ ഭർത്താവിനോടും ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും എന്ന് ദേഷ്യത്തോടുകൂടി ധർമ്മം പറയാം. വാലും തുമ്പും ഇല്ലാതെ നീ ഓരോന്നും പറഞ്ഞാൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാ? എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയുന്നുണ്ടോ എന്ന് അപ്പം ചോദിക്കാം. അപ്പം ധർമ്മം പറയും, ഇത്രയും പേര് നിൽക്കുമല്ലേ, ജീവിതത്തിൽ ഇന്നേ വരെ നിങ്ങളുടെ ആരുടെയെങ്കിലും 5 പൈസ ഞാൻ മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന് കരഞ്ഞുകൊണ്ട് ധർമ്മം ചോദിക്കുക. എന്തൊക്കെയാ ഈ പറയുന്നത്? മാമൻ എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറ എന്ന് അനുശ്രീ അപ്പം പറയാം. ഞാൻ മണ്ടത്തരം കാണിച്ചിട്ടുണ്ടാവും, അനുസരണക്കേടും കാണിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇന്നേ വരെ കള്ളത്തരം ഞാൻ കാണിച്ചിട്ടില്ല. മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പം ഇവരെന്താ ഈ പറയുന്നത് എന്ന് ഓർത്ത് എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ സുഗിനി ഒന്നും മിണ്ടുന്നില്ല. എടാ നീ മോഷ്ടിച്ചു എന്ന് ആരാ അതിന് പറഞ്ഞേ? ഗോമതി സ്റ്റോറിൽ നിന്നേ ഞാൻ 25,000 മോഷ്ടിച്ചു എന്ന് അയാൾ പറഞ്ഞു എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും വിശ്വസിക്കാൻ കഴിയാതെ അനുശ്രീ നിൽക്കുകയാണ് കേട്ടോ. സുകന്യ ഒന്നും തന്നെ മിണ്ടുന്നില്ലേ. അത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും മന്ദം വിട്ട് നിൽക്കുക. ധർമ്മനാണെങ്കിൽ അവിടെ നിന്ന് കരയുക. അപ്പം അച്യുതനും എന്തോ പോലെ ആവുകയാണ് കേട്ടോ. ഇത്രയും വലിയ തൻ്റെ അനിയൻ തൻ്റെ മുന്നിൽ നിന്ന് കരയുവാണല്ലോ, നീ എന്തൊക്കെയാ ധർമ്മ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. സുകന്യെ എന്താ ഉണ്ടായത്, എന്താ സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് നീയെങ്കിലും പറ. ധർമ്മേട്ടന് ഇന്ന് എനിക്കൊരു വാച്ച് മേടിച്ചു തന്നു. ഗോമതി സ്റ്റോറിലെ പൈസ മോഷ്ടിച്ച എനിക്ക് ആ വാച്ച് മേടിച്ചു തന്നതെന്ന് ഗോമതി ചേച്ചി ബാലേട്ടനും അവിടെയുള്ള എല്ലാവരും ധർമ്മേട്ടനെ സംശയിക്കുകയും ചെയ്തു എന്ന് പറയാം. ധർമ്മമാമൻ പൈസ മോഷ്ടിച്ചെന്ന് അച്ഛൻ പറഞ്ഞെന്നോ എന്ന് ചോദിച്ചുകൊണ്ട് അനുശ്രീ അടുത്തേക്ക് ചെല്ലും. വിശ്വാസമാകുന്നില്ലല്ലേ? ഞാൻ പറയുന്നത് സത്യമാ, എല്ലാം വിശദമായിട്ട് തന്നെ ഞാൻ പറയാം എന്ന് അനുവിനോട് അപ്പം ധർമ്മം പറയാം. അവിടെ നടന്ന ഓരോ കാര്യങ്ങളും പറയാൻ കേട്ടോ. ഇതേ സമയം ദേവമംഗലത്തുള്ള എല്ലാവരും അത് ആലോചിച്ച് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ആനന്ദും ആര്യനും കൂടി ബാലൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, എന്തോ വശപ്പിച്ചൊക്കെ എവിടെയോ സംഭവിച്ചിട്ടുണ്ട്, അല്ലാതെ മാമനൊരിക്കലും 1 രൂപ പോലും മോഷ്ടിക്കില്ല എന്ന് പറയാം. എന്തായാലും അച്ഛനെ കാണിച്ചത് വളരെ മോശമായി പോയി എന്ന് ആകാശ് പറയാം. എടാ ഞാനതിന് എന്ത് കാണിച്ചതാ നിങ്ങളീ പറയുന്നത്? എന്നാലും 25,000 രൂപയുടെ വാച്ച് മേടിച്ചെന്ന് കരുതി കടയിൽ നിന്ന് നഷ്ടപ്പെട്ട 25,000 രൂപ മാമൻ സമാധാനം പറയേണ്ട എന്ത് കാര്യമുള്ളത്? അതെവിടുത്തെ ന്യായവാ? എടാ നീ എന്നോട് ന്യായം ചോദിക്കാൻ വളർന്നിട്ടില്ല കേട്ടോ എന്ന് അപ്പോൾ ബാലൻ പറയും. അച്ഛാ ഇപ്പം ഇവിടുന്ന് നീ ഇറങ്ങിപ്പോയ മനുഷ്യൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് അച്ഛനെയാ. പക്ഷേ അച്ഛൻ ആ സ്നേഹമില്ലായിരുന്നു. അത് പറഞ്ഞത് കറക്റ്റാ. അതെങ്കിലും അച്ഛനൊന്ന് ഓർക്കുന്നത് നല്ലതാ എന്ന് പറയാം. ആനന്ദം പറയും, അച്ഛനൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ മാമനെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് സംസാരിക്കായിരുന്നു, എങ്കിൽ ഈ വിഷയം ഇത്രയും വഷളാകില്ലായിരുന്നു എന്ന് പറയാം. ആര്യം പറയും, ഏട്ടാ എന്താ ഇത്? മാമനെ സംശയിക്കുകയാണോ ഏട്ടനും? മാമൻ ഇങ്ങനെ ചെയ്യുന്ന ഏട്ടന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. എടാ നീ അതിൻ്റെ അപ്പുറമാണല്ലോ. എടാ മാമൻ മോഷ്ടിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്, മാമൻ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാ. പിന്നെ
എടാ അച്ഛനങ്ങനെ സംശയം വന്നപ്പം മാമനെ മാറ്റി നിർത്തി സംസാരിച്ചിരുന്നെങ്കിൽ മാമനത് ഒരിക്കലും അതൊരു ഇൻസൾട്ട് ആവില്ലായിരുന്നു. അതാടാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയാം. എടാ അതിന് ഞാൻ എന്താ അവനോട് ചോദിച്ചത് എന്ന് ബാലൻ ചോദിക്കുക. ഞാൻ എന്താ അവനോട് ചോദിച്ചത്? അതിന് കുറ്റപ്പെടുത്തി ഞാൻ എന്തെങ്കിലും അവനോട് പറഞ്ഞോ? 25,000 രൂപ ധർമ്മം മോഷ്ടിച്ചു എന്ന് ഞാൻ എപ്പോഴെങ്കിലും അവനോട് പറഞ്ഞോ എന്ന് ചോദിക്കുക. അപ്പം എല്ലാവരും അച്ഛൻ ഇപ്പോഴും താൻ ചെയ്യുന്ന തെറ്റ് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അച്ഛാ, സുഗനേശിക്ക് വാച്ച് മേടിക്കാനുള്ള പണം എവിടുന്ന് കിട്ടിയെന്ന് അച്ഛൻ ചോദിച്ചില്ലേ എന്ന് ആനന്ദ് ചോദിക്കും. അത് ഞാൻ ചോദിച്ചു. അതിനർത്ഥം ഗോമതി സ്റ്റോറിൽ നിന്ന് കാണാതായ പണത്തിന്റെ ഉത്തരവാദിത്വം ധർമ്മനാണെന്നാണോ? അവനാണ് മോഷ്ടിച്ചതാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെന്താ അച്ഛാ മനസ്സിലാക്കേണ്ടത് എന്ന് ആകാശ് ചോദിക്കും. എടാ, ഞാൻ അവനോടൊരു ഒറ്റ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ. സുകന്യയ്ക്ക് വാച്ച് മേടിക്കാനുള്ള പണം അവൻ എവിടുന്ന് കിട്ടി? അതിനുള്ള ഉത്തരം അവൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയാം. ആരും പറയും, അച്ഛാ, അച്ഛൻ ഇപ്പോഴും കാര്യം മനസ്സിലാകുന്നില്ല. അച്ഛൻ അങ്ങനെ ചോദിച്ചതാണ് തെറ്റായി പോയത്. എടാ, നിങ്ങൾക്കാണ് മനസ്സിലാകാത്തത്, എനിക്കല്ല എന്ന് ബാലൻ തൻ്റെ ഭാഗം ന്യായം പറയാണ് കേട്ടോ. അച്ഛാ, അച്ഛൻ പറഞ്ഞത് മാമൻ തെറ്റിദ്ധരിച്ചു എന്ന് പറയാം. അപ്പം നീ ഇപ്പം പറഞ്ഞത് കറക്റ്റാ. അപ്പം കുറ്റം ആരുടെ ഭാഗത്താ? എൻ്റെ ഭാഗത്താണോ? എൻ്റെ ഭാഗത്ത് ഒരു കുറ്റവും ഇല്ല എന്ന് പറയാം. ശരി, അച്ഛൻ്റെ ഭാഗത്ത് ഒരു കുറ്റവും ഇല്ല. മാമൻ തെറ്റിദ്ധരിച്ചു, അങ്ങനെ തന്നെ വെക്ക് എന്ന് ആകാശ് പറയാം. പക്ഷേ മാമനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം അച്ഛനില്ലേ? എടാ, പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചില്ലേ? ഭാഗം എടുത്ത് ഇറങ്ങിപ്പോകാൻ ഞാൻ പറഞ്ഞോ? അവൻ തോന്നിവാസം കാണിച്ചതല്ലേ? അച്ഛാ, അച്ഛൻ ഇങ്ങനെ വാശി കാണിക്കല്ലേ എന്ന് ആരും പറയാം. ഓ, ഇപ്പൊ വാശി കാണിച്ചത് ഞാനാണ്. തെറ്റ് മുഴുവനും എൻ്റെയാണ്. സംസാരിക്കുമ്പം എല്ലാ വശവും ആലോചിച്ച് സംസാരിക്കണം. ഞാൻ എന്ത് വാശിയാടാ കാണിച്ചത്? പറ, ഞാൻ എന്ത് വാശിയാ കാണിച്ചത് എന്ന് ബാലൻ തൻ്റെ ഭാഗം ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മക്കളെ എത്രയൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ബാലൻ്റെ തലയിൽ കയറുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ധർമ്മം മോഷ്ടിക്കില്ല. പക്ഷെ സുകന്യയ്ക്ക് വാച്ച് വാങ്ങാനുള്ള പണം അവൻ എവിടുന്ന് കിട്ടി? അത് അവൻ എന്നോട് പറയണം. അതവൻ പറഞ്ഞേ പറ്റൂ എന്ന് ബാലൻ പിടിവാശിയോടുകൂടി പറയാം. ഓ, ഈ അച്ഛൻ്റെ ഒരു കാര്യം എന്ന് ആകാശ് പറയാം. എൻ്റെ അച്ഛ, അത് മാമൻ്റെ പേഴ്സണൽ കാര്യം അല്ലേ? അതെന്തിനാ അച്ഛൻ ഇടപെടുന്നേ? പേഴ്സണൽ കാര്യമോ? നീ എന്തൊക്കെയാ പറയുന്നേ? എടാ, ധർമ്മൻ്റെ എന്ത് കാര്യവും ഞാൻ അറിയണം എന്ന് ബാലൻ ശാഠ്യം പിടിക്കുക. ദേ, ഗോമതി സ്റ്റോറിൽ അവൻ പണം എടുത്തെങ്കിൽ പോലും എനിക്കതൊരു പ്രശ്നമേ അല്ല. എടാ, 25,000 രൂപ അല്ല, എത്ര വേണമെങ്കിലും അവന് കടയിൽ നിന്ന് എടുക്കാം. പക്ഷേ അതെന്നോട് അവൻ അത് പറഞ്ഞില്ല. അതുമാത്രമാണ് എൻ്റെ പ്രശ്നം എന്ന് ബാലൻ വീണ്ടും പറയാം. എൻ്റെ പൊന്നു, അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് നമ്മൾ വെറുതെ ശ്രമിക്കുകയും വേണ്ട എന്ന് ആകാശ് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാ. എടാ, അവൻ എന്താ പറഞ്ഞിട്ട് പോയത്? എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലെന്നോ എന്ന് ബാലൻ ചോദിക്കുക. എടാ, എന്നെ എന്തിനാ പറഞ്ഞ് മനസ്സിലാക്കുന്നേ? ഞാൻ അതിന് തെറ്റുവെല്ലാം ചെയ്തോ എന്ന് ബാലൻ വീണ്ടും പറയാം. ആര്യനാണെങ്കിൽ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുക. എടാ, ധർമ്മം തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അവനെ മാറ്റി നിർത്തി രഹസ്യമായിട്ട് സംസാരിക്കാതിരുന്നേ. അങ്ങനെ ചെയ്താൽ തെറ്റ് ചെയ്ത പോലെ ആകില്ലേ? അവൻ തെറ്റ് ചെയ്തെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ രഹസ്യമായിട്ടല്ലേ സംസാരിക്കുള്ളൂ. എടാ, അതുപോലും നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലേ എന്ന് ആര്യനോടും ആനന്ദിനോടും പറയാം. ഇനി അച്ഛനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് ആനന്ദിനും ബോധ്യപ്പെടുക. ആ, വാശി കാണിച്ചു പോയതല്ലേ, പോയതുപോലെ തിരിച്ചു വരും. ഇനി പുറകെ ആരും വിളിക്കാനൊന്നും പോകണ്ട എന്ന് ബാലൻ പറയാം. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. സ്നേഹം ഉള്ളതുകൊണ്ടാണ് ശാസിക്കുന്നത്. അതുപോലും അവന് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ എന്ന് ചോദിക്കാം. ആര്യനും ആകാശവും ഇനി ഒരു കാര്യമില്ല എന്നുള്ള രീതിയിൽ പരസ്പരം നോക്കും. സമയം ധർമ്മനും സുഖിനും കൂടി കാര്യങ്ങളൊക്കെ കൃഷ്ണമംഗലത്ത് അറിയിക്കുക. അത് കേൾക്കുമ്പം അച്യുതം പറയും, എടാ, നീ പറയുന്നതെല്ലാം സത്യമാണല്ലോ അല്ലേ? ഞാൻ അങ്ങോട്ട് പോവാ. അവിടെ ചെന്ന് കഴിയുമ്പം അവര് വേറൊരു കഥ പറയരുത് എന്ന് പറയാം. അത് കേൾക്കുന്ന ധർമ്മം പറയും, ഞാൻ ഇത്രയും നാളും കരുതിയത് എൻ്റെ ചേച്ചി എൻ്റെ അമ്മയുടെ സ്ഥാനത്തും അളിയൻ അച്ഛൻ്റെ സ്ഥാനത്തുമാണെന്നാ. അങ്ങനെ തന്നെയാണ് അവരെ ഞാൻ വിളിച്ചിട്ടുള്ളൂ. ചേച്ചി അളിയ എന്ന് വിളിക്കുമ്പോഴും മനസ്സുകൊണ്ട് അച്ഛ അമ്മയെന്ന് തന്നെയാണ് അവരെ ഞാൻ ഓരോ നിമിഷവും വിളിച്ചിട്ടുള്ളൂ. അത് ഞാൻ കരുതിയത് അളിയൻ എന്നെ പറ്റിക്കുകയാണെന്നാ. എന്തോ തമാശ ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. പക്ഷെ പിന്നീട് മനസ്സിലായത് അളിയൻ എന്നെ സംശയമുണ്ടെന്ന് എന്നും പറഞ്ഞ് ധർമ്മൻ അവിടെ നിന്ന് ചങ്ക് തകർന്ന് നിൽക്കുകയാണ് കേട്ടോ. എടാ, നിന്നോട് എന്തിനാ ഇത് ചെയ്തതെന്ന് എനിക്കറിയണം. ഞാൻ അങ്ങോട്ട് പോകാൻ പോവാ. വേണ്ട, നീ തടയരുത്, എനിക്കിത് ചോദിച്ചേ പറ്റൂ. അപ്പം ധർമ്മം പറയും, വേണ്ട, എന്നെ കള്ളനെന്ന് വിളിച്ചത് ചോദിക്കാനായിട്ടോ അവരോട് വഴക്കുണ്ടാക്കാനോ ഒന്നിനോ ആരും ഇവിടുന്ന് പോവണ്ട. അതിൻ്റെ ആവശ്യവും ഇല്ല. എൻ്റെ മനസ്സിൽ ഉള്ള മുറിവുകൾ ഞാൻ തന്നെ ഉണക്കിക്കോളാം എന്ന് ധർമ്മം പറയാം. കാരണം എന്താണെന്നറിയോ, എനിക്കിനി ആ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ ഉള്ളവരൊക്കെ എൻ്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞു. അത് ഉറപ്പിച്ച ഞാൻ സുകന്യയുടെ കൈയും പിടിച്ച് ദേവമംഗലം വിട്ട് ഈ വീട്ടിലേക്ക് ഞാൻ വന്ന് കയറിയത് എന്ന് പറയാം. ഇതൊക്കെ കേൾക്കുമ്പം അനുസരിക്ക് ആകെ സങ്കടം വരികയാണ് കേട്ടോ. മാമൻ തൻ്റെ വീട്ടുകാരെ ഇത്രയധികം വെറുത്തു പോയോ എന്ന് അനു ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പം ധർമ്മം വീണ്ടും പറയാം,
അവിടെ ഉള്ളവരൊക്കെ എനിക്ക് ഇനി പരിചയമില്ലാത്ത ആൾക്കാരാ, അത്രേ ഉള്ളൂ. ഞാനിനി അങ്ങനെ കാണുള്ളൂ. കഴിഞ്ഞുമല്ല എന്ന് പറയാം. ഇനി ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനും സുകന്യെ വേറെ എവിടേക്കെങ്കിലും പൊയ്ക്കോളാം എന്ന് പറയാം. അപ്പം അച്യുതൻ പറയും, നീ എവിടേക്കും പോകുന്നില്ല. എടാ കൃഷ്ണമംഗലം അതിന് നിന്റെ കൂടി വീടാ, അതെന്താ നീ മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കാം. ഇനി അങ്ങോട്ട് എന്താ ഏതാന്നൊക്കെ നമുക്ക് ആലോചിക്കാം, ആലോചിച്ച് തന്നെ കണ്ടെത്താം. നീ ഇപ്പം അതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട, വിശ്രമിക്ക്. നീ നിന്റെ റൂമിലേക്ക് ചെല്ല്, മനസ്സിലൊന്നും വെക്കണ്ട എന്ന് പറയാം. ദേ ഇതൊക്കെ മനസ്സിലുണ്ടാകണം. കൃത്യസമയത്ത് അതിന് പകരം ചോദിക്കണം. നിന്നെ കള്ളനാക്കിയ അവർക്ക് നീ മറുത്ത് തന്നെ ഒരു പണി കൊടുക്കണം എന്ന് അച്യുതൻ പറയാം. ഇതേ സമയം ദേവമംഗലത്ത് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെണ്ണുങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നാണ് ഇരിക്കുന്നത്. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അവൻ ആ പണം മോഷ്ടിച്ചെന്ന് ഞാൻ പറഞ്ഞോ എന്ന് ഗോമതി ചോദിക്കുകയാണ് കേട്ടോ. അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മീനുവിനും മനസ്സിലാക്കുക. എൻ്റെ ധർമ്മൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എന്താ സംഭവിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ദേവി പറയാം, അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുക. എന്തിനാ ഞാൻ നിന്നോട് ദേഷ്യം കാണിക്കുന്നേ? ഞാൻ എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുക. അതിന് നീയൊരു തെറ്റും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുക. എന്നാലും ഇതിനൊക്കെ കാരണക്കാരൻ ഞാനാ, ഇതൊക്കെ സംഭവിക്കാൻ ഹേതുവായത് ഞാനല്ലേ? അത് കൊള്ളാം. ഏടത്തി എന്ത് ചെയ്തു എന്നാ? നമ്മുടെ അച്ഛൻ ഏടത്തിയെ ഏൽപ്പിച്ച ജോലി ഏടത്തി കൃത്യമായിട്ട് ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. അതെങ്ങനെയാ തെറ്റാകുന്നേ എന്ന് ചോദിക്കുക. ഇനി ഞാൻ കടയിലേക്ക് പോകുന്നില്ല എന്ന് പറയാം. എൻ്റെ പൊന്നേടത്തി, അപ്പച്ചി എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ ഏടത്തിയും കൂടി ഇങ്ങനെ തുടങ്ങല്ലേ എന്ന് മിത്രയപ്പം പറയാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും പരസ്പരം ഇങ്ങനെ പഴിചാരിയിട്ട് ഒരു കാര്യമില്ല, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു എന്ന് മീനു പറയാം. പെട്ടെന്ന് ആര്യനും ആകാശും അവിടേക്ക് വരിക. അമ്മ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുക. അമ്മ ഇവിടെ ഇരുന്ന് കരയാതെ അച്ഛനോടൊന്ന് സംസാരിക്കുമെന്ന് പറയാം. ശരിയാ അമ്മേ, ബാലച്ചൻ വിളിച്ച മാമൻ തിരിച്ചു വരും എന്ന് ദേവിയും പറയാം. അച്ഛൻ വിളിക്കാതെ മാമൻ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് ആര്യനും പറയാം. ഞാൻ പോയി അവനെ തിരിച്ചു വിളിക്കാം. അമ്മേ, മാമൻ തിരിച്ചു വരണമെങ്കിൽ അച്ഛൻ തന്നെ വിളിക്കണം, അല്ലാതെ മാമൻ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് മീനും പറയാം. ശേ ബാലേട്ടൻ ഒന്ന് ചെല്ല്, അവനെ ഇങ്ങ് തിരിച്ചു വിളിച്ചോണ്ട് വാ. ദേ ബാലേട്ടൻ വിളിച്ച അവൻ മറുത്തൊന്നും പറയാതെ കൂടെ വരും. ഞാൻ പോയി തിരിച്ചു വിളിക്കാനോ എന്ന് ബാലനപ്പ ചോദിക്കുക. എന്തിന്? അതിന് ഞാനെന്ത് തെറ്റാ ചെയ്തത്? ഞാനാണോ അവനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് എന്ന് ബാലൻ ഗോമതിയോട് ചോദിക്കുകയാണ്. അച്ഛൻ വീണ്ടും തുടങ്ങി എന്ന് ആകാശ് പറയാ. എന്താ ഗോമതി, നിന്റെ നാവെന്താ ഇറങ്ങിപ്പോയോ? ഞാനാണോ അവനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് എന്ന് വീണ്ടും ചോദിക്കുകയാണ്. അവൻ തൻ്റെ ഇഷ്ടപ്രകാരം സ്വയം ഇറങ്ങിപ്പോയതല്ലേ? അവനെ അഹങ്കാരം കാണിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ? അല്ല, അവനോട് തെറ്റായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വീണ്ടും ചോദിക്കാം. ഞാൻ ആകെ ചോദിച്ചതെന്താ, ആ വാച്ച് മേടിക്കാൻ കാശ് എവിടുന്ന് കിട്ടിയെന്ന്. അതിന് അവനെന്താ ഊഹിച്ചത്? അവൻ എന്നെക്കാളും വലിയ ആളായി ഇവിടുന്ന് ഇറങ്ങിപ്പോയി, അതുകൊണ്ടല്ലേ ചാടിക്കയറി പോയത്. പോട്ടെ എന്ന് പറയാൻ കേട്ടോ. പിന്നെ അവനൊരു വാചകം പറഞ്ഞു, അവൻ്റെ ഏട്ടന്മാർ പറഞ്ഞതാ ശരിയെന്ന്. ശരിയുടെ പുറകെ അവൻ പോട്ടെ, എനിക്കെന്താ? ഞാനിനി അവനെ വിളിക്കാൻ പോകുന്ന പ്രശ്നമേ ഇല്ല. അവൻ്റെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. ബാലച്ച, ഞാൻ പറയുന്നതൊന്ന് എന്ന് പറഞ്ഞ് ദേവി അടുത്തേക്ക് ചെല്ല. ഇക്കാര്യത്തിൽ ആരുടെ ഉപദേശവും എനിക്ക് കേൾക്കണ്ട. ഞാൻ ഇനി അവനെ വിളിക്കില്ല. അവൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യട്ടെ. നിന്റെ അരിയിൽ തിരിച്ചു വിളിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ പോയി വിളിച്ചോ, പക്ഷെ ഞാൻ വിളിക്കില്ല. പിന്നെ മാമനെ തിരിച്ചു വിളിക്കാൻ എൻ്റെ മക്കൾക്കോ മക്കൾക്കോ ആഗ്രഹമുണ്ടെങ്കിൽ പോയി വിളിച്ചോ, ഞാൻ ആരെയും തടയില്ല എന്ന് ബാലൻ തീർത്തു പറയാൻ കേട്ടോ. എന്നിട്ട് അവിടെ ഇരിക്കുക. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും നിൽക്കുക. അമ്മ വന്നേ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി മാമനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരാം എന്ന് പറയാം. നമ്മൾ ഒരുമിച്ച് ചെന്ന് വിളിച്ചാൽ മാമന് വരാതിരിക്കാൻ കഴിയില്ല. അതെ, മാമൻ ഇനി വാശി കാണിച്ചാൽ നമ്മൾ വലിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരും എന്ന് ആകാശം പറയൂ കേട്ടോ. വേണ്ട എന്ന് ഗോമതി തീർത്തു പറയാം. ധർമ്മനെ തിരിച്ചു വിളിക്കാൻ നമ്മൾ ആരും ഇവിടുന്ന് പോകുന്നില്ല എന്ന് ഗോമതി അപ്പ പറയാം. എന്താ അമ്മ ഈ പറയുന്നേ എന്ന് മീനു അപ്പ ചോദിക്കുക. അത് എൻ്റെ അനിയനെ ബാലേട്ടൻ തന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണം, അല്ലാതെ അവനെ ഞാനായിട്ട് തിരിച്ചു വിളിക്കില്ല. അല്ലാതെ മറ്റാര് അവനെ പോയി വിളിച്ചാലും അവൻ ഇനി ദേവമംഗലത്തിന് പടി ചവിട്ടില്ല, അതെനിക്കറിയാം. അവനോട് സ്നേഹമുണ്ടെങ്കിൽ ബാലേട്ടൻ ചെന്ന് അവനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരട്ടെ. അല്ല, ഇനി അതിന് ബാലേട്ടന് താല്പര്യമില്ലെങ്കിൽ ആരും ചെല്ലിയാൻ വേണ്ട എന്ന് ഗോമതിയും പറയാണ് കേട്ടോ. അപ്പം ബാലൻ പറയും, ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. ബാലച്ച, അമ്മേ, നിങ്ങൾ എന്താ ഈ വാശി കാണിക്കുന്നത് എന്ന് ഗോമതിയോട് അപ്പം എല്ലാവരും കൂടി ചോദിക്കുക കേട്ടോ. ഇതേ സമയം ഗോമതി ആ സെറ്റിലിരുന്നുകൊണ്ട് കരയാ. മീനും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല.
എന്തായാലും ധർമ്മൻ ഇനി ദേവമംഗലത്തേക്ക് വരത്തില്ല എന്ന് ഉറപ്പിച്ച മട്ട് തന്നെയാണ് കേട്ടോ. ഇനി നമ്മുടെ ധർമ്മൻ കൃഷ്ണമംഗലത്ത് തന്നെയാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും